തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം എടുക്കുമ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂരിലുള്ളത്. പ്രത്യേകിച്ച് ഗുരുവായൂർ, ഒല്ലൂർ, മണലൂർ, പുതുക്കാട്, നാട്ടിക, ഇരിങ്ങാലക്കുട, അതുപോലെ തന്നെ തൃശ്ശൂർ. ഈ ഒരു മണ്ഡലങ്ങളുടെ ഒരു ചരിത്രം കഴിഞ്ഞ 7 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനോടൊപ്പമാണ് നിന്നത്. അങ്ങനെ ഒരു ചരിത്രമാണ് കഴിഞ്ഞ തവണയുള്ളത്. കഴിഞ്ഞ തവണ പ്രത്യേകിച്ചും ലൈഫ് മിഷൻ ഒപ്പം സ്വർണ്ണക്കടത്ത് എല്ലാമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും ഈ 7 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനോടൊപ്പം നിലനിർത്തിയ ഒരു സാഹചര്യമാണുള്ളത്. അതൊക്കെ കൂടിയല്ലേ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ ഒരു വിജയ സാധ്യത, ഇടതുപക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്? അതെല്ലാം ഈ തൃശ്ശൂർ ഇത്തവണ കെ മുരളീധരൻ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് തൃശ്ശൂർ ഒരു കരുണാകരൻ്റെ തട്ടകം എന്ന തരത്തിലാണ്. അപ്പോൾ ഒരു 17 വയസ്സൊക്കെ ആകുമ്പോഴാണ് കരുണാകരൻ തൃശ്ശൂരിൽ എത്തുന്നത്. അദ്ദേഹം ഈ കണ്ണൂർ സ്വദേശിയാണല്ലോ, ചിറക്കൽ സ്കൂളിൽ പഠിച്ചതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ 17-ാം വയസ്സിലെത്തിയ കരുണാകരൻ അവിടെ നിന്നാണ് പിന്നെ മുനിസിപ്പൽ കൗൺസിലർ പോലെ ആദ്യം ചെറിയ രംഗത്ത് അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുന്നു. പിന്നെ കൊച്ചി നിയമസഭാംഗമാകുന്നു, പിന്നെ തിരുക്കൊച്ചി നിയമസഭാംഗമാകുന്നു. പക്ഷേ ഇത് നോക്കൂ, ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ തോറ്റു. പക്ഷേ ആ തോൽവി അദ്ദേഹം ഒരു ചവിട്ടുപടിയാക്കി. അങ്ങനെ 17 വയസ്സ് തൊട്ട് 92 വയസ്സ് വരെ അദ്ദേഹം തൃശ്ശൂരിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ കരുണാകരൻ്റെ ഒരു തട്ടകം എന്ന രീതിയിലാണ് നമ്മൾ തൃശ്ശൂരിൽ അറിയുന്നത്. കരുണാകരനെ പലപ്പോഴും ആളുകൾ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള ആരോപണമുണ്ട്. അദ്ദേഹത്തോടൊപ്പം നടന്നവർ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി. ചിലരൊക്കെ അദ്ദേഹത്തെ പിന്നീട് രാമനിലയത്തിലെ 1-ാം നമ്പർ മുറിയിൽ ചെന്ന് അത് ക്ഷമാപണം നടത്തി അദ്ദേഹത്തിന് കീഴടങ്ങി. അങ്ങനെ കരുണാകരൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം ഒട്ടനവധി നാടകീയമായ മുഹൂർത്തങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഏതായാലും കരുണാകരൻ പിന്നീട് ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഇത് തൃശ്ശൂരിൻ്റെ ഒരു സ്വഭാവം അൺപ്രഡിക്റ്റബിളാണ്. അത് ആരെ എപ്പോൾ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റും. മാറി മാറി മുന്നണികളെ ഈ കഴിഞ്ഞ വി വി രാഘവന് ശേഷം വന്നത് മാറി മാറി ഉള്ള ഒരു പരീക്ഷണമാണ് ഉണ്ടായത്. അപ്പോൾ തൃശ്ശൂർ വളരെ അൺപ്രഡിക്റ്റബിളാണ്. ഇത്തവണ എനിക്ക് തോന്നുന്നത് 2 മുന്നണികളും ഒരുപോലെ ഭയക്കുന്ന ഒരു കാൻഡിഡേറ്റായി സുരേഷ് ഗോപി മാറിയിട്ടുണ്ട്. അതിന് വേറൊരു പ്രധാന കാരണം ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ കൂടുതൽ സ്ത്രീ വോട്ടർമാർ വിജയം വലിയ തോത്. സുവിക്ക് അറിയായിരിക്കും, സുവി അവിടെ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാർക്ക് വലിയ പ്രാതിനിധ്യം. സ്ത്രീ വോട്ടർമാർക്കിടയിൽ സുരേഷ് ഗോപിക്ക് ഒരു സ്വാധീനം ചെലുത്താൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അവരെ ആകർഷിക്കാൻ പലപ്പോഴും കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ ഒരു പ്രചാരണം നടക്കുമ്പോൾ അവിടെ ഏറ്റവും അധികം നമ്മൾ കാണുക സ്ത്രീ വോട്ടർമാരെയാണ്. നമ്മൾ എപ്പോഴും VS അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുമ്പോൾ നമ്മൾ കാണാറുണ്ട്. കണ്ണേ കരളെ VS എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയാർ പോലും വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ട് അതുപോലെ കമ്പയർ ചെയ്യല്ല. പക്ഷേ എന്നാൽ പോലും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരുപക്ഷെ നടനായതുകൊണ്ടായിരിക്കാം കൂടുതൽ കാണാൻ വേണ്ടി ആളുകൾ വരുന്നത്. പക്ഷേ അത് എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളതൊരു സംശയം. അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ വോട്ടുള്ള സ്ത്രീ വോട്ടർമാർ വളരെ സുപ്രധാനമായി പങ്കുവഹിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടഫ് ഫൈറ്റ് നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് പരാജയപ്പെട്ടു പോകും എന്നൊരാശങ്ക അവർക്കുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. TN പ്രതാപനാണെങ്കിൽ തന്നെ മാറ്റിയാൽ തെറ്റില്ല എന്നൊരു നിലപാടിൽ നിൽക്കുകയായിരുന്നു. മുരളീധരനാകട്ടെ വടകരയിൽ KK ശൈലജ വരുന്നൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ നോർത്ത് മലബാറിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് എന്ന നിലയിലൊക്കെയുള്ള ചർച്ചകൾ വരുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ മണ്ഡലം ഒന്ന് മാറിയാൽ കൊള്ളാം എന്നൊരു നിലപാടും എല്ലാം കൂടി വന്നപ്പോൾ സ്വാഭാവികമായും കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇത്തവണ തൃശ്ശൂർ ആർക്കൊപ്പം വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യും എന്ന് വളരെ വളരെ കൗതുകത്തോടു കൂടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഈ കെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒട്ടനവധി ബന്ധങ്ങളുള്ള, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ലീഡറുടെ മണ്ഡലം. പക്ഷേ പലപ്പോഴും ലീഡറെ കൈവിട്ട സാഹചര്യം, ഞാനിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റ കാര്യം പറഞ്ഞു. അതിനുശേഷം അവിടെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജിയും തോറ്റു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും തൃശ്ശൂർ കൈവിട്ടൊരു ചരിത്രം കോൺഗ്രസിനുണ്ട്. ഇത്തവണ CPI സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഘടകം കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. ജനകീയനാണ്, പൊതുസമ്മതനാണ്, ഒപ്പം തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർക്കാരുടെ എല്ലാ പ്രശ്നങ്ങളിലുമുള്ള ആൾ കൂടിയാണ് VS സുനിൽകുമാർ. കഴിഞ്ഞ തവണ രാജാജി മാത്യു നിന്നപ്പോൾ 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ, പ്രത്യേകിച്ചും ഈ ശബരിമല വിഷയം, രാഹുൽ തരംഗം എല്ലാം ഉണ്ടായിട്ടും രാജാജി മാത്യു പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് അത്രയും വോട്ട് കിട്ടിയെങ്കിൽ സ്വാഭാവികമായും ഇത്തവണ നിൽക്കുന്നത് VS സുനിൽകുമാറിനാണ്. കരുത്തനാണ്. അദ്ദേഹത്തിന് എത്ര വോട്ട്
ലഭിക്കും എന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അത് ഈ കോൺഗ്രസിന്റെ ഒരു വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടായിരിക്കുമോ, അതോ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ നേടിയ 2,93,000 വോട്ടുകളായിരുന്നു സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നത്. ആ വോട്ടിൽ കൂടുതൽ വി എസ് സുനിൽകുമാറിന് വരുമോ? എങ്ങനെയായിരിക്കും ജനങ്ങൾ വിധി എഴുതുക എന്നതാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും ശക്തന്റെ മണ്ണ് ആർക്കൊപ്പം നിൽക്കും? പ്രത്യേകിച്ചും മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളായി തുടരുന്ന ഒരു ചരിത്രമാണ് അവിടെ ഉള്ളത്. ഒപ്പം ഈ ലീഡറുടെ 2 മക്കൾ ചേരി തിരിഞ്ഞ് പോരാടുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം ലീഡർ ഞങ്ങൾക്കൊപ്പം നിൽക്കണമോ? ഇരു മുന്നണികളും കോൺഗ്രസിന്റെ ലീഡറുടെ ബോർഡ് വെച്ച് പ്രചാരണം നടത്താൻ ഇരു മുന്നണികളും തന്നെ തിടുക്കം കൂട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അവിടെ കെ മുരളീധരനെ വിജയിച്ച് കയറാൻ സാധിക്കുമോ? അതിൽ ഒരു കാര്യം നമ്മളിപ്പോൾ ഈ മണ്ഡലം എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ പറഞ്ഞല്ലോ, ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളാണല്ലോ പ്രധാനമായ, അല്ലെങ്കിൽ ഈ 7 മണ്ഡലങ്ങളാണ് തൃശ്ശൂർ പാർലമെൻറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോക്കുമ്പോഴും ഈ 7 മണ്ഡലങ്ങളിൽ ഈ ഗുരുവായൂർ പ്രത്യേകിച്ച് TN പ്രതാപന് വലിയ ഒരു സ്വാധീനം ഉള്ളൊരു മേഖലയാണ്. കഴിഞ്ഞ തവണ ഒരു 10,20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് അവിടെ നിന്ന് തന്നെ ഉറപ്പിക്കാൻ കഴിഞ്ഞു. മണലൂരും ഒട്ടും മോശമല്ല, അവിടെയും അദ്ദേഹത്തിന് ഒരു നല്ല ഫൈറ്റ് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. അതേസമയം ഈ പുതുക്കാട് പോലുള്ള മണ്ഡലങ്ങളിലാണ് നമ്മുടെ രാജാജിക്ക് ഒരു ശക്തിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇരിഞ്ഞാലക്കുടയും നാട്ടികയിലുമൊക്കെ സുരേഷ് ഗോപിക്ക് ഒരു എഡ്ജ് കിട്ടി. പക്ഷേ മറ്റുള്ളവരോട് അത്ര വന്നില്ല. എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ തൃശ്ശൂർ നഗരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ BJPക്ക് ഈ ബൂത്തുകളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗുരുവായൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 67% ബൂത്തുകളിൽ പ്രതാപനായിരുന്നു ലീഡിങ്. മണലൂരിൽ ഒരു 60% ബൂത്തുകളിൽ, ഒല്ലൂരിൽ ഒരു 63% ബൂത്തുകളിലൊക്കെ പ്രതാപൻ ലീഡ് ചെയ്യുന്നൊരു സാഹചര്യം. അപ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് ഒട്ടനവധി ഫാക്ടേഴ്സ് കഴിഞ്ഞ തവണത്തെ ഇതിൽ പരിശോധിക്കാനുണ്ട്. അത് ഒരുപക്ഷെ ശബരിമലയാകാം, രാഹുൽ തരംഗമുണ്ടാകാം, രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രിയായി വന്നേക്കുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയുണ്ടാകും. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കാം. ഏതായാലും ഈ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ മണ്ഡലങ്ങളിലെ 60%-ലധികം ബൂത്തുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു തീരദേശ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ഒരു സ്വാധീനം TN പ്രതാപനുണ്ട്. അദ്ദേഹത്തിന് ആ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള വോട്ടുകളും വന്നിരുന്നു. ആ ഒരു പ്രതികരണം, ആ ഒരു വോട്ടിലേക്കുള്ള ഒഴുക്ക് കെ മുരളീധരന്റെ കാര്യത്തിൽ ഉണ്ടാകുമോ? TN പ്രതാപന് ലഭിച്ച അത്രയും വോട്ട് ഈ തീരദേശത്ത് നിന്ന് അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം TN പ്രതാപന് അങ്ങനെ പ്രത്യേകിച്ച് അദ്ദേഹം മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ വലിയ പിന്തുണ അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സോഷ്യൽ കോമ്പോസിഷൻ നോക്കിയാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഒരു 63.2% അവിടുത്തെ വോട്ടർമാർ ഹിന്ദുക്കളുടെ വോട്ടർമാരാണ്. അവിടുത്തെ ഒരു 63.2% ആളുകൾ വരുന്നത്. അതേസമയം ക്രിസ്ത്യൻ വോട്ടർമാർ ഒരു 21%-ലധികം ക്രിസ്ത്യൻ വോട്ടർമാർ മണ്ഡലത്തിൽ, മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു 4% വോട്ടർമാരാണ് അവിടെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഈ മണ്ഡലത്തിൽ ഉള്ളത്. പിന്നെ വരുന്നത് ഞാനതിൽ കുറച്ചും കൂടി നമ്മൾ സ്പെസിഫിക് എടുക്കുന്നത് ST വിഭാഗത്തിന് കാര്യമായൊരു സ്വാധീനം, ചെറിയൊരു 0.4% വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അതേസമയം SC വിഭാഗത്തിന് അവിടെ ഒരു 10%, 9.1 എന്ന് പറയാം. ഇത് ഞാൻ പറയുന്നതൊക്കെ ഇത് 2011 ഒരു സെൻസസ് വെച്ചാണ്. ഇപ്പോൾ അതിലൊരു നേരിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളുണ്ടായി. എന്നാലും ഏറെക്കുറെ നമുക്ക് ലഭ്യമായിട്ടുള്ളൊരു കണക്ക് നോക്കുമ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ ഈ പിന്നോക്ക വിഭാഗത്തിൻ്റെ ഒരു സ്വാധീനം കഴിഞ്ഞ വർഷം ഈ TN പ്രതാപന് അനുകൂലമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അത് എങ്ങനെ മാറും എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം.